സ്വായംഭുവമന്വന്തരം എന്നു പറയപ്പെടുന്ന ഒന്നാമത്തെ കൽപ്പത്തിൽ ലോകാഭിവൃദ്ധിക്കു കാരണഭൂതന്മാരായ മരീചി മുതലായ പ്രജാപതികൾ ഒത്തുചേർന്ന് നടത്തിയ സത്രത്തിൽ വസിഷ്ഠ നാരദാദികളായ പ്രസിദ്ധന്മാരായ ഋഷികളും മുനിമാരും ഉപദേവന്മാരോടുകൂടിയ ഇന്ദ്രാദി ദേവന്മാരും അഗ്നികളും എല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്നു. ആ സദസ്സിൽ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ കാന്തി വിശേഷത്തിൽ ബ്രഹ്മാവും ശിവനും ഒഴികെ ബാക്കി എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്ന് ഒന്നായി എഴുന്നേറ്റു നിന്നു. ദക്ഷൻ ബ്രഹ്മാവിനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം ഉചിതമായ സ്ഥാനത്തിരുന്നു. ശിവൻ എഴുന്നേറ്റ് ആദരിക്കാത്തതിൽ ദേഹാഭിമാനം നിമിത്തം ദക്ഷപ്രജാപതി കോപിഷ്ഠനാകുന്നു. അദ്ദേഹം ശിവനെ സദസ്സിൽ വെച്ച് നിന്ദിക്കുകയും ശപിക്കുകയും ചെയ്ത ശേഷം സദസ്സിൽ നിന്നും എഴുന്നേറ്റുപോയി. അതിനുശേഷം പിന്നീട് ദക്ഷപ്രജാപതിയും ശിവനും കലഹിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാലം കഴിഞ്ഞു. സർവപ്രജാതികളുടെ ആധിപത്യസ്ഥാനം ബ്രഹ്മാവ് ദക്ഷന് നൽകിയപ്പോൾ ദക്ഷന് ഗർവാധികമായി. പ്രജാപതികളുടെ പ്രധാനിയായ ദക്ഷൻ വാജപേയം എന്ന യാഗം കഴിച്ചു. അതിൽ ശിവനും ശിവപക്ഷക്കാരായ ഉത്കൃഷ്ടന്മാർക്കും ഭാഗം നൽകാതെ അവരെ ധിക്കരിച്ചു. ഒടുവിൽ യാഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായ ബൃഹസ്പതീസവം എന്ന യാഗം ആരംഭിച്ചു. വസിഷ്ഠാദികളായ ബ്രഹ്മർഷികൾ, സനൽകുമാരാദികളായ ദേവർഷികൾ, അര്യമാദികളായ പിതൃക്കൾ, ഇന്ദ്രാദികളായ ദേവന്മാർ എന്നിവരെയെല്ലാം ഭാര്യാസഹിതന്മാരായി വരുത്തി സൽക്കാരം ചെയ്തു. ആ യാഗമഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച സതി പിതാവായതുകൊണ്ട് ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് പോകാൻ അവകാശമുണ്ടെന്ന് ശിവനോട് പറയുന്നു. ബന്ധുക്കൾ ക്ഷണിക്കാതിരുന്നാലും അവരുടെ ഗൃഹങ്ങളിൽ പോകുന്ന സമ്പ്രദായമുണ്ട്. പക്ഷേ ബന്ധുക്കൾ ശരീരാഭിമാനം നിമിത്തമുണ്ടായ കോപാധിക്യത്താൽ ഇല്ലാത്ത ദോഷങ്ങൾ ആരോപിച്ച് കുറ്റപ്പെടുത്താതിരിക്കുന്നവരായിരുന്നാൽ അവരുടെ അടുത്ത് ക്ഷണിക്കാതെയും പോവാം. അപ്രകാരമുള്ളവരല്ലെങ്കിൽ അവിടെ പോയാൽ ആപത്തിന് കാരണമായി വരുമെന്ന് ശിവൻ സതിയോട് പറഞ്ഞു. പണ്ട് സത്രത്തിൽ വെച്ച് എന്നെ ദേഷിച്ചതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നും ഭവതി പോയാൽ സൽക്കാരം കിട്ടിയില്ലെങ്കിൽ അതുനിമിത്തം അമംഗളം സംഭവിക്കുമെന്നും ശിവൻ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാനുള്ള ആഗ്രഹം നിമിത്തം സതീദേവി ഭർത്താവായ ശിവൻ്റെ ആജ്ഞയെ ലംഘിച്ച് മാതാപിതാക്കളുടെ ഗൃഹത്തിലേക്ക് പോയി. ഏകാകിനിയായി പുറപ്പെട്ട സ്വാമിനിയെ ശിവാനുചരന്മാരിൽ പ്രധാനികളും പാർഷദന്മാരായ യക്ഷന്മാരും അനുഗമിച്ചു. യാഗശാലയിലെത്തിയ സതീദേവിയെ ആരും സൽക്കരിച്ചില്ല. സഹജമായ പ്രേമത്തെ മാതാവും സഹോദരിമാരും പ്രകാശിപ്പിച്ചു. യാഗശാലയിലേക്ക് നോക്കിയ ദേവി ശ്രീരുദ്രനുള്ള ഭാഗം സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ശ്രീരുദ്രനെ യാഗത്തിനു ക്ഷണിക്കാതിരുന്നതിനെ ചോദ്യം ചെയ്തു. ദക്ഷൻ്റെ പക്ഷത്തിലുള്ള സദസ്യരോട് ധർമ്മോപദേശം ചെയ്ത ദേവി ശിവനിന്ദ ചെയ്തവർക്കും ശിവനിന്ദ ചെയ്തതിനെ അനുമോദിച്ചവർക്കും അനിഷ്ടം നേരിടുമെന്ന് പറയുന്നു. ശിവാജ്ഞയെ അതിക്രമിച്ച് യാഗത്തിന് വന്നത് പിതാവിനോടുള്ള സ്നേഹത്താലാണെന്നും പുത്രിക്ക് പിതാവിനെ ശാസിപ്പാൻ നിവൃത്തിയില്ല, അതിനാൽ പിതാവുമായി ബന്ധമുള്ള ശരീരത്തെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചുവെന്നും ദക്ഷ പ്രജാപതിയോട് പറഞ്ഞ് സതീദേവി ദേഹത്യാഗം ചെയ്തു. ദേവിയുടെ ദേഹത്യാഗവിവരം നാരദനിൽ നിന്നറിഞ്ഞ രുദ്രൻ കോപിഷ്ഠനായി ജട നിലത്തടിക്കുകയും അപ്പോൾ വീരഭദ്രൻ ഉണ്ടാവുകയും ശിവൻ്റെ ആജ്ഞയെ അനുസരിച്ച് യാഗസ്ഥലത്ത് പോയി എല്ലാം നശിപ്പിക്കുകയും ദക്ഷനെ കഴുത്തു നിരിച്ചു കൊല്ലുകയും ശിരസിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു. അതിനുശേഷം ദക്ഷശിരസിനെ യാഗാഗ്നിയിൽ ഹോമിച്ച ശേഷം ആ യാഗശാലയെയും ദഹിപ്പിച്ചു. വീരഭദ്രൻ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. രുദ്രസൈന്യത്താൽ തോൽപ്പിക്കപ്പെട്ട ദേവസമൂഹങ്ങളും മുറിഞ്ഞു തകർന്നിരിക്കുന്ന അവയവങ്ങളോടുകൂടെ ഭയപ്പെട്ടും വിറച്ചും നിന്ന സഭാവാസികളോടും കർമ്മം നടത്തിയവരോടും ചേർന്ന് ബ്രഹ്മാവിൻ്റെ സമീപത്ത് വന്ന് നമസ്കരിച്ച് സംഗതികൾ ഉണർത്തിച്ചു. അഹങ്കാരികളായ ദേവന്മാർ ചിലർ അതിലുണ്ടെന്നറിഞ്ഞ ബ്രഹ്മാവ് ശിവപ്രസാദം കൊണ്ടു മാത്രമേ യാഗപരിസമാപ്തി വരുത്തുവാൻ കഴിയൂവെന്നും എല്ലാവരും ഒരുമിച്ച് കൈലാസത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ബ്രഹ്മദേവനെ കണ്ട ശിവൻ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു. ദേവന്മാർ ശിവനെയും നമസ്കരിച്ചു. വടവൃക്ഷത്തിൻ ചുവട്ടിൽ ശാന്തസ്വരൂപനായ ശിവനെ കണ്ട ദേവാദികളോടൊപ്പം മുനിമാർ നമസ്കരിച്ചു. ദേവാദികളാൽ നമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചന്ദ്രശേഖരനെ മന്ദഹാസത്തോടെ ദേവന്മാരോടൊപ്പം ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ്
ചതുർത്ഥ സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിലെ 42 മുതൽ 53 വരെയുള്ള 12 ശ്ലോകങ്ങൾ. ഒന്നാമത്തെ ശ്ലോകം. ബ്രഹ്മോവാച ജാനേ ത്വാമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോഃ ശക്തേ ശിവസ്യ ച പരം യത്തത് ബ്രഹ്മ നിരന്തരം. ബ്രഹ്മാവ് സ്തുതിച്ചു. ചരാചരാത്മകമായ സർവ്വലോകത്തിൻ്റെ മാതാവും പിതാവുമായിരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും പരമകാരണമായും സർവ്വവ്യാപകവുമായിരിക്കുന്ന ബ്രഹ്മം ഏതാണോ അതുതന്നെയാണ് അങ്ങയുടെ പരമതത്വം എന്ന് ഞാൻ അറിയുന്നു. രണ്ടാമത്തെ ശ്ലോകം. ത്വമേവ ഭഗവന്നേതത് ശിവശക്ത്യോ സ്വരൂപയോഃ വിശ്വം സൃജതി പാസ്യൽസി ക്രീഡന്യൂർണപടോ യഥാ. ലോകമാതാപിതാക്കന്മാരായിരിക്കുന്ന ശക്തിയുടെയും ശിവൻ്റെയും സ്വരൂപം അഭിന്നമാകുന്നു. അവരുടെ അന്തർഭാഗത്തിലിരുന്ന് ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നത് അങ്ങയുടെ ലീലയാകുന്നു. എട്ടുകാലി എങ്ങനെയാണോ തൻ്റെ ഉള്ളിൽ നിന്നു തന്നെ മൃദുവായ നൂല് പുറത്തേക്ക് കൊണ്ടുവരികയും ആ നൂലുകൊണ്ട് വലകെട്ടി അതിൽ വസിക്കുകയും ഒടുവിൽ ആ നൂലിനെ തൻ്റെ ഉള്ളിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങും അന്യാപേക്ഷ കൂടാതെ വിശ്വസൃഷ്ടിലയങ്ങളെ നടത്തുന്നു. മൂന്നാമത്തെ ശ്ലോകം. ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ വസിതാശ്ച സേതവോ യാൻ ബ്രാഹ്മണാ ശ്രദ്ധതേ ധൃതവ്രതാഃ. ലോക സൃഷ്ടി ചെയ്ത അങ്ങുതന്നെ ലോകത്തിൻ്റെ ഉത്കർഷത്തിനു കാരണമായിരിക്കുന്ന ധർമാർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന വേദത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന കർമ്മത്തെയും സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങയുടെ പ്രേരണ നിമിത്തം തന്നെ ദക്ഷൻ യാഗം ആരംഭിച്ചതും ഏതേതു ധർമ്മങ്ങളെ ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്നുവോ ആ ധർമ്മങ്ങളെ ലോകത്തിൽ ഏർപ്പെടുത്തിയതും അങ്ങുതന്നെ. നാലാമത്തെ ശ്ലോകം. ത്വം കർമ്മണാം മംഗളമംഗളാനാം കർത്തൃസ്മലോകം തനുഷേ സ്വപരം വാ അമംഗളാനാം ച തമിശ്രമുൽഭണം വിപര്യയക്കേന തദേവ കസ്യചിത്. വേദത്താൽ വിധിക്കപ്പെട്ട മംഗളകർമ്മങ്ങളെ ബലകാംക്ഷയോടുകൂടെ ചെയ്യുന്നവർക്ക് സ്വർഗാദി ലോകങ്ങളെയും ബലകാംക്ഷ കൂടാതെ ചെയ്യുന്നവർക്ക് സായുജ്യത്തെയും അമംഗളകരമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഭയങ്കരമായ നരകലോകങ്ങളെയും നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങുതന്നെയാണ്. ദക്ഷിണയാഗം നിമിത്തം ദോഷം നേരിട്ടതിന് കാരണം അഹങ്കാരത്താൽ കലുഷിതമായ ബുദ്ധിയാകുന്നു. അഞ്ചാമത്തെ ശ്ലോകം. ന വൈ സദാം ത്വച്ചരണാർപ്പിതാത്മനാം ഭൂതേഷു സർവേഷു അഭിവശ്യതാം തവ ഭൂതാനി ചാത്മന്യപൃഥക് ദിദൃക്ഷതാം പ്രായേണ രോഷോഭി ഭവേദ്യഥാ പശും. ആത്മാവായ ശിവനിൽ സകല ഭൂതങ്ങളും വസിക്കുന്നു. സകല ഭൂതങ്ങളിൽ ശ്രീ ശിവൻ ആത്മസ്വരൂപനായിട്ടും ഇരിക്കുന്നു എന്നറിയുന്ന സജ്ജനങ്ങൾ ഭേദഭാവനയുള്ള പശുപ്രായന്മാരായ മൂഢജനങ്ങളെപ്പോലെ കോപത്തിൻ്റെ അധീനത്തിൽ അകപ്പെടുന്നവരല്ല. അവരുടെ സർവ്വവ്യാപാരത്തെയും മനസ്സിനെയും അവർ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ആറാമത്തെ ശ്ലോകം. പൃഥഗ്ധിയ കർമ്മദൃശോ ദുരാശയാഃ പരോധയേനാർപ്പിത ഹൃദ്രുജോന്നിശം പരാന്തുരുക്തേർവിദുദന്ത്യരുന്ധതാ സ്ഥാൻമാവധി ദൈവവദാൻ ഭവദ്യുതഃ. ഭേദബുദ്ധിയുള്ളവർ കർമ്മത്തിൽ ദൃഷ്ടിയുള്ളവരും അന്ധക്കരണം ദുഷിച്ചവരും മർമ്മഛേദികളായ വാക്കുകൾ കൊണ്ട് അന്യരെ വേദനിപ്പിക്കുന്നവരുമാകുന്നു. അന്യന്മാരുടെ ഉത്കർഷ കാണുന്നതിനാൽ തന്നെ അവരുടെ ഹൃദയം തകർന്നു പോകുന്നു. അവരെ അങ്ങ് ഹിംസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ദുഷ്കർമ്മങ്ങൾ തന്നെ അവരെ ഹിംസിപ്പാൻ പര്യാപ്തമാകുന്നു. അതുകൊണ്ട് ദക്ഷനെ അങ്ങല്ല ഹിംസിച്ചത്, ദുഷ്കർമ്മത്താൽ ഹിംസിക്കപ്പെട്ടതാണെന്ന് വാദം. ഏഴാമത്തെ ശ്ലോകം. യസ്മിൻ യഥാ പുഷ്കരനാഭമായയാ ദുരന്തയാ സ്പൃഷ്ടധിയ പൃഥഗ്ദൃശഃ കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം ന സാധവോ ദൈവബലാത്കൃതേ ക്രമം. അതിക്രമിപ്പാൻ സാധിക്കാത്തതായ വിഷ്ണുമായയാൽ സ്പർശിക്കപ്പെട്ട അസത്തുക്കൾ ഭേദഭാവനയാൽ മോഹിതരായി എപ്പോൾ സാധുക്കളിൽ അപരാധം ചെയ്യുന്നുവോ അപ്പോൾ സാധുക്കൾ അവരിൽ പകരം ഉപദ്രവം ഏൽപ്പിക്കുവാൻ സാമർഥ്യമുണ്ടെങ്കിൽ കൂടെ അതിന് ഭാവിക്കുകയില്ല. തങ്ങളുടെ പ്രാരബ്ധം നിമിത്തമാണ് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നോർത്ത് ക്ഷമിക്കും.
എങ്കിലും ദുഷ്കർമ്മത്തിൻ്റെ ഫലം ഇവരെ ബാധിക്കുമല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയും അവരുടെ അപരാധത്തെ ക്ഷമയോടുകൂടെ പുറത്ത് ഈശ്വരനോട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വപരാക്രമത്തെ ഒരു കാലത്തും അവരിൽ പ്രകാശിപ്പിക്കുകയില്ല. 8-ാമത്തെ ശ്ലോകം. ഭവാംസ്തു പുംസ പരമസ്യ മായയാ ദുരന്തയാ സ്പൃഷ്ടമതിസമസ്തദൃക് തയാ ഹതാത്മസ്വനുകർമ്മചേതഃ സ്വനുഗ്രഹം കർത്തൃമിഹാർഹസി പ്രഭോ. ദുരന്തയായ വിഷ്ണുമായ അങ്ങയുടെ മനസ്സിനെ സ്പർശിച്ചിട്ടു തന്നെയില്ല. അതിനാൽ അങ്ങയുടെ സർവജ്ഞതയ്ക്ക് യാതൊരു ഹാനിയും സംഭവിച്ചിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധത്തിന് അതീതരായിട്ട് നന്മയെയും തിന്മയെയും ചെയ്യുകയാണെന്ന് അങ്ങ് തിരിച്ചറിയുന്നു. ദുരന്തയായ മായയുടെ ബാധയാൽ മോഹചിത്തന്മാരായവർ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നത് കർമ്മമാണെന്ന് വിചാരിച്ച് കർമ്മത്തിൽ സത്യത്വ ബുദ്ധിയെ കൈകൊള്ളുന്നു. അങ്ങനെയുള്ളവർ അപരാധം ചെയ്താലും സർവത്തിനും സമർത്ഥനായ അങ്ങ് അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 9-ാമത്തെ ശ്ലോകം. കുർവദ്വരസ്യോദ്ധരണം ഹതസ്യ ഭോസ്ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേഃ നയത്ര ഭാഗം തവ ഭാഗിനോ ദദുഃ കുയജ്ജിനോ യേന മകോ നിനീയതേ. നിരന്തരം ആത്മാവായ ശ്രീനാരായണനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ഹേ ദേവ, വീരഭദ്രസ്വരൂപനായി അവതരിച്ച അങ്ങയാൽ ഹനിക്കപ്പെട്ട ദക്ഷ പ്രജാപതിയുടെ യാഗം വിച്ഛിന്നമായി പോയതിനെ പൂർണ്ണമാക്കി തീർക്കുവാൻ ദക്ഷനിൽ അങ്ങയുടെ കരുണയുണ്ടാകണം. യാഗത്തിൻ്റെ ബലം നൽകുന്ന ഈശ്വരനായ അങ്ങയുടെ അവകാശമായ ഭാഗത്തെ സമർപ്പിക്കാതെ ആ യാഗം നടത്തിയവർ വേദവിധി അനുസരിച്ച് കർമ്മം നടത്തുവാൻ സമർത്ഥന്മാരായിരുന്നില്ല. അതാണ് യാഗം വിഘ്നപ്പെടാനുള്ള കാരണം. എങ്കിലും അങ്ങ് വീരഭദ്ര സ്വരൂപേണ ദക്ഷനെ സംഹരിച്ചതുകൊണ്ടാണ് യാഗഭംഗം സംഭവിച്ചതെന്ന് അജ്ഞന്മാരായ ജനങ്ങൾ പറയാതിരിക്കില്ല. 10-ാമത്തെ ശ്ലോകം. ജീവിതാദ്യജമാനോയം പ്രബദ്ധ്യേദാക്ഷിണീ ഭഗഃ ഭൃഗോശ്മശ്രൂണിരോഹന്തു പൂഷ്ണോദന്താശ്ച പൂർവവത്. യജമാനനായ ദക്ഷൻ ജീവിക്കണം. ഭഗന് കണ്ണുകൾ ലഭിക്കണം. ഭൃഗുവിൻ്റെ മുഖരോപങ്ങളും പൂഷാവിൻ്റെ ദന്തങ്ങളും പൂർവ്വസ്ഥിതിയിലാവണം. 11-ാമത്തെ ശ്ലോകം. ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജാം ചായുധാശ്മഭീഃ ഭവദാനുഗൃഹീതാനാം ആശുമന്യോസ്തനാതുരം. ക്രോധത്താൽ ലോകത്തെ അനുഗ്രഹിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ദേവ, അങ്ങ് ദേവന്മാരിലും ഋത്വിക്കുകളിലും പ്രസാദിക്കണം. അങ്ങയുടെ ഭൃത്യന്മാരുടെ ആയുധങ്ങളുടെയും കല്ലുകളുടെയും പ്രയോഗങ്ങളാൽ അവയവങ്ങൾ തകർന്നിരിക്കുന്ന ദേവന്മാരും ഋത്വിക്കുകളും കാലതാമസം കൂടാതെ സ്വസ്ഥതയെ പ്രാപിക്കുന്നവരാവാൻ കടാക്ഷമുണ്ടാകണം. 12-ാമത്തെ ശ്ലോകം. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോ ദ്വരസ്യ വൈ യത്നസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യയത്നഹൻ. യാഗത്തെ ഹനിച്ച രുദ്രമൂർത്തെ, ദേവന്മാരും ഋത്വിക്കുകളും ദക്ഷനും ചെയ്ത കുറ്റത്തിന് അവർക്ക് ശിക്ഷ കൊടുത്തതിൽ തെറ്റില്ല. ഇനി അവരെ അനുഗ്രഹിച്ച് യാഗപൂർത്തി വരുത്തണം. യാഗം നടത്തിക്കഴിഞ്ഞാൽ അവശേഷിച്ചതായ സാധനങ്ങൾ അത്രയും അങ്ങയുടെ ഭാഗമായിട്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ അങ്ങേക്കുള്ള അംശം സ്വീകരിപ്പാനായി യാഗം നിർവിഘ്നമായി കലാശിക്കുവാൻ അനുഗ്രഹിച്ചാലും. ബ്രഹ്മസ്തുതി അവസാനിച്ചു. ഹരി ഓം.